ഹലോ ഗൈസ്, രേണുസുധിക്ക് ഒരു ജീവിതം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് ഞാനല്ല കേട്ടോ. ആറാട്ടണ്ണൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി. അപ്പോൾ അതിൻ്റെ ആറാട്ടണ്ണൻ ഇങ്ങനെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. വളരെ വൾഗറായിട്ടുള്ള രീതിയിലൊക്കെ കമൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആറാട്ടണ്ണൻ അതെന്താ ഞാൻ ഇത്ര മോശമാണോ, ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ, ഫിലോസഫറല്ലേ, റൈറ്ററല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആറാട്ടണ്ണൻ്റെ ഈ ഒരു പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഗൈസ്. അതായത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർ ഊക്കണതാണോ അതോ സീരിയസ് ആയിട്ടാണോ അറിയില്ല. കുറച്ച് പേര് സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, എന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട്. വേറെ ചിലർ പറയുന്നത് കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചു അന്നെ ചുമരിൽ തേച്ച് ഒട്ടിക്കും, അല്ല ഇഞ്ചിക്കുത്ത് കുത്തും ഇടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പലരും ഭയങ്കര വൾഗറായിട്ട് പോയിക്കാലോ മൂപ്പർക്ക് പോയിട്ട് അതേ വേണ്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആറാട്ടണ്ണൻ ഇത് വൈറലാവാൻ വേണ്ടി ചുമ്മാ ഒരു കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻറ് ഉണ്ടാക്കിയോണെന്ന് അറിയില്ല. കാരണം ആറാട്ടണ്ണൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ലൈം ലൈറ്റിൽ നിൽക്കണമെങ്കിൽ വിസിബിലിറ്റി കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള പല കളിയും കളിക്കേണ്ടി വരുന്നു. മൂപ്പര് പലരെയും പ്രപ്പോസ് ചെയ്യണതും സെക്സിയാണ് എന്നൊക്കെ പറയണതും ഒക്കെ ഇങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ടില്ലേ അങ്ങനെയുള്ള കുറേ കളികളായിരുന്നു. ഇപ്പോൾ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും തമ്മിൽ നല്ല കോമ്പറ്റീഷനാണല്ലോ. ആറാട്ടണ്ണൻ്റെ മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്. അത് ആറാട്ടണ്ണൻ തന്നെ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതിൻ്റെ വേറൊരു രീതിയിലെടുക്കണത് കേസ്. ഇപ്പം രേണുസുധിക്ക് ജീവിതം കൊടുക്കുക എന്നല്ല, അതൊരു പവർ സ്ട്രക്ചറായിട്ട് എനിക്ക് തോന്നുന്നത്. എന്ത് ജീവിതം കൊടുക്കാൻ, എന്തപ്പോൾ ഇയാൾ ജീവിതം കൊടുത്തിട്ട് വേണം. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വാളിറ്റി ബേസ്ഡ് ആയ ഒരു സംഗതിയാവുക കുറച്ചുകൂടി അടിപൊളിയാവും എന്നാണ് നമ്മളൊക്കെ വിചാരിക്കണത് അല്ലേ. എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്താണെന്നാവോ. ചിലർ പവർ സ്ട്രക്ചറിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കേസ്. നമ്മളത് എത്രത്തോളം അല്ല എന്ന് പറഞ്ഞാലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ച് അങ്ങനെ ആയാലും ചില ആളുകൾക്ക് ഭർത്താവ് ഒരു പ്രൊവൈഡർ ആവണം അങ്ങനെ രീതി ചിന്തിക്കുന്നവരുണ്ട്. ആണുങ്ങളുണ്ട് കേട്ടോ, ഭാര്യ പ്രൊവൈഡർ ആവണം ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ ആറട്ടണ്ണൻ ഇവിടെ ഞാൻ രേണുസുധിക്ക് ജീവിതം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ രേണുസുധി എന്താ മോശമായിട്ടുള്ള ഒരാളെ പോലെയാണ് മൂപ്പർ എടുക്കുന്നത്. രേണുസുധി ഇപ്പോൾ സ്വന്തം കാലിലേക്കാണ് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയണതല്ലേ. പിന്നെ രേണുസുധിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ആളുകളെ ഏറ്റെടുക്കും, ട്രോളും, എന്തായാലും വിസിബിലിറ്റി കിട്ടുന്നുള്ള കാര്യം മൂപ്പർക്ക് അറിയാം. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാർ വരുന്നു. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തന്നൊരു സംഭവം എന്താ വെച്ചാൽ രേണുസുധി ഇതിനോട് പ്രതികരിച്ചായിട്ടത് ഞാൻ കണ്ടില്ല കേട്ടോ. രേണുസുധി ഇതിനോട് എങ്ങനെ പ്രതികരിക്കണിതാവോ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് രേണുസുധി ആയിക്കോട്ടെ, ആറാട്ടണ്ണൻ ആയിക്കോട്ടെ, അലിൻ ജോസ് പെരേര ആയിക്കോട്ടെ, ഒരു ആളുകളൊക്കെ. അപ്പോൾ ഇവരൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചുമ്മാ അങ്ങനെ തള്ളണതാണെങ്കിൽ എന്താ ചെയ്യാം അല്ലേ. എന്താണ് കേസ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ വേറെ കാര്യമുണ്ട്, ജീവിതം കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് എന്താ പറയുക, എനിക്ക് രേണുസുധിയെ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ രേണുസുധിയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് നമ്മൾ കുറച്ചും കൂടിയൊക്കെ ആയിരിക്കും തോന്നുന്നതല്ലേ കേസ്. അപ്പോഴും വിഷയമുണ്ട്, നേരിട്ട് പറയേണ്ട കാര്യമില്ല, അതെന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ തള്ളുകയെന്നൊക്കെ ഉണ്ട്. അപ്പോൾ സനൽകുമാർ ശശിധരൻ്റെയൊക്കെ ഒരു അവസ്ഥ അല്ലേ ആ അവസ്ഥയിലേക്കൊക്കെ ഇത് മാറിപ്പോകുന്നത് അറിയില്ല. സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യർ വിഷയം അറിയണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആറാട്ടണ്ണൻ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടു, അതിൻ്റെ താഴെ ഒരുപാട് പേര് പല രീതിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, പച്ചത്തെറി അവിടെ വിളിക്കുന്നുണ്ട്, ആറാട്ടണ്ണനെ സെക്ഷലൈസ് ചെയ്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ആറാട്ടണ്ണന് മറ്റേ സൂക്കടാണെന്ന് പറയുന്നവരുണ്ട്, രേണുസുധീനെ സെക്ഷലൈസ്ഡ് ആയ രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന അവതരിപ്പിക്കുന്ന ആളുകളുണ്ട് അവിടെ. ഇവരൊക്കെ എത്ര ഇതായിട്ടാണ് ഇങ്ങനെ രീതിയിലൊക്കെ കമൻറ്റ് ചെയ്യണത്, ഒരു പേടിയില്ലാത്ത മനുഷ്യരില്ലേ. ചിലർ വളരെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് ആറാട്ടണ്ണന് എന്താണ് പ്രശ്നം, രേണുസുധിക്ക് എന്താണ് പ്രശ്നം, അവർ ഓക്കേടെ കല്യാണം കഴിച്ചോട്ടെ അങ്ങനെയുള്ള രീതിയിലൊക്കെ. എന്തായാലും ആറാട്ടണ്ണന് ഇതൊരു കണ്ടൻ്റ് ആണെങ്കിൽ ഊളത്തരമാണ് എന്നാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ. ഇനി ആറാട്ടണ്ണൻ വളരെ ജെനുവിനായിട്ടാണ് ആ ഒരു സംഗതി ചെയ്യുന്നതെങ്കിൽ ലെറ്റ്സ് സീ, കണ്ടറിയാം. ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.